कोयलांडी स्टेशन पर आपका स्वागत है। वेलकम टू कोयलांडी स्टेशन। ഹായ് വെൽക്കം പറ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് വെച്ചാ പിരിഞ്ഞത്. ഡു യു റിമെമ്പർ ദാറ്റ്? യാ. ചായ വേണ്ടമ്മ, എനിക്കല്ലേ. ഓ അതാ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചല്ലേ. എന്ത് വേണമെന്ന് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവും. ശരിയാ. വ്ലോഗ് എടുക്കണ്ടേ പിന്നെ? നമ്മള് കോഴിക്കോടുള്ള പ്രസിദ്ധമായ ഇപ്പം പറയാം അതുണ്ടെങ്കിൽ 5 മണിയല്ലേ ഉള്ളൂ. പ്രസിദ്ധമായ ഉച്ചച്ചിറ ബിരിയാണി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാൻ സുനി ഡ്രൈവർ സീറ്റ് ഇരിക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഡ്രൈവിംഗ് ബീച്ച് ഉണ്ടല്ലേ? ഡ്രൈവിംഗ് ബീച്ച് അങ്ങനെ പോയിട്ടോ. ബീച്ചിലൊക്കെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആയിരിക്കും. ഞാൻ വോയിസ് ഓവർ കിട്ടി വരും. എടാ ഇത്ര നാളായി കണ്ടിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. എനിക്കെന്താ? ആ ഓക്കെ. എവിടെ കുട്ടിയുടെ വീട്? എവിടാ? ഇവിടെ അടുത്താ? നീയാണ് പെട്രോൾ അടിക്കുന്നത്.
എനിക്ക് യൂട്യൂബിൽ കണ്ടന്റ് ഇതാ, അപ്പൊ ഞാൻ ഇതാ കണ്ടന്റ് ആയല്ലോ. എനിക്ക് എവിടെ ഉണ്ട് കണ്ടന്റ്? നല്ല കമ്പനിയില് ഒരുത്തം ചോദിച്ചാ, ഞങ്ങളെ എന്റെ ടീം ലീഡാ. അപ്പൊ ചോദിച്ചു, ഒരു പരിപാടി കണ്ടില്ലല്ലോ, പെങ്ങളെ നിശ്ചയമായിട്ടുണ്ട്. പെങ്ങളെല്ലാം എന്റെ ആരെങ്കിലും ഒരു സൈഡ് നടന്ന സ്ഥലം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്. കോഴിക്കോട് ബീച്ച്. ഇത് എന്തോ ഉണ്ടല്ലോ ഇവിടെ, ബോട്ടോ. നമ്മൾ കണ്ടന്റ് ഇംഗ്ലീഷ് ചെയ്യണോ അല്ലെങ്കിൽ മലയാളം? Yeah, we can talk anything we want. ശിലാലിഖിതങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പോലീസുകാർക്ക് വാവ്, നൈസ് വ്യൂസ് ഏട്ടാ. ഞാൻ ഫോട്ടോ എടുക്കാം. പോലെ വെയിലാണ് ഇവിടെ. ഇപ്പൊ ഇരുന്നാൽ നല്ല സുഖമായിരുന്നു. കരിഞ്ഞോ അല്ലേ? ഓ ആ, ഇതാണോ ഉദ്ദേശിച്ച ശില? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങൾ ഇംപാസ്കോയ്ക്ക് നടത്തിയ കഠിനമായ പ്രയത്നങ്ങൾ പോലെ എന്തെങ്കിലും? എന്ത് അതിവിടെ എത്തിച്ച ഫ്ലാഷ് ബാക്ക്. ആയി കൊള്ളാം. എനിക്ക് ഏരിയ ഇഷ്ടായി. കഴിഞ്ഞ അതാണോ? എടുപ്പുവാ. വെച്ചോ, നടുക്ക് വെച്ചോ. Delta, thank you for taking me to here. ചേട്ടാ സൂപ്പർ ബിരിയാണി ചേട്ടാ. നമ്മൾ ഫുള്ള് കാലിയാക്കി. അത് കാന്താരി ചട്നി. വേറൊരു എക്സ്പ്രഷൻ ആണോ? അതെന്താ സംഭവം? മോഹൻലാല് മോഹൻലാല് അതെന്താ? ശരിയല്ലോ. എവിടെ?
എനിക്കറിയില്ലടാ. ഒരെണ്ണം കഴിച്ച് നോക്കി അതല്ലേ എനിക്ക് കൃഷ്ണാഞ്ജന സജസ്റ്റ് ചെയ്ത് ഇടില്ല. വേറെന്തെങ്കിലും എടുക്കണോ? ഇത് ഒരെണ്ണം കൂടി എടുക്ക്. ഇഷ്ടായി. ആണോ? അതോ പപ്പായ കക്കിരിയാ? ഹായ്, ഇത് ഫോട്ടോ വെച്ചാണോ? ആര്? ആ പറ്റിച്ചല്ലേ. ചേട്ടൻ ട്രൈപ്പോഡ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് നാണക്കേടാ. ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും അല്ലേ? യാ കണ്ടു ഓക്കെ. കുറച്ചുണ്ട് ഇവിടുന്ന് പിടിക്കണ്ട. അതാ ഓ അത് കാണുമ്പോഴറിയാവുന്ന. എടാ മോനെ സീൻ വിഷയം തന്നെ അല്ലേ? ഇഷ്ടമായ സെറ്റാ? കുഴപ്പമില്ല. നീ അതാണ് നോക്ക്, ഞാൻ നിന്റെ റിയാക്ഷൻ വീഡിയോ. ചേട്ടാ നമ്മളിപ്പോ എവിടാ ചേട്ടാ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
മതിയോ? പുളി ഉണ്ടാക്കണ്ടേ? ഒരു മകരം ഫോട്ടോ കിട്ടി. ഇങ്ങോട്ടാക്കി Hi guys. Hi guys. അങ്ങനെ കോഴിക്കോട് ചുറ്റിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ബാലുശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറി റെഡി ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം പെണ്ണാകുന്നുണ്ട്. ഞങ്ങളെ പാർവേ അല്ല, ഞങ്ങൾ കണ്ട പാർവേ അല്ല. പെട്ടെന്ന് തുണി മേത്തിട്ടിട്ട് പോകുന്ന പെണ്ണായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ നോക്കുന്നത്? ചുരിദാർ വാങ്ങിച്ചതിനാ പറയുന്നത്. അതെ, ഇതെല്ലാം പ്രശ്നമില്ല. നമ്മളിപ്പം പാറു പുതിയ ചുരിദാർ വാങ്ങുന്ന ചുരിദാർ കാണുമ്പോ പാറുവിന്റെ കണ്ണിൽ തിളക്കം ഞങ്ങൾ കാണും. പിന്നെ തിളക്കം കാണാതെ അവളൊരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കും. സ്ട്രീറ്റില് അതൊന്നും പറയാൻ പാടില്ല ആരും ആർക്കും അറിയാൻ വയ്യാത്തല്ലേ. ഓക്കെ, I got a nice ചുരിദാർ സെറ്റ്. കുറ്റിച്ചിറ ബിരിയാണി. And the kuchichira biryani was very nice, delicious, tender beef and coconut of the Especially beef. yeah. The biryani was fantastic. And also that ghee rice with the beef stew. It was very very nice. Beef stew. Yeah, beef stew. It was very very nice. Chicken is average. വെറുതെ ഓവറാക്കല്ലേ. Yeah, but I like the chicken most. Like it tasted delicious. ചിക്കൻ അല്ല, ബീഫ്. Yeah, beef. And I can say I ate the It's the best biryani biryani. ever from കുറ്റിച്ചിറ ബിരിയാണി സെന്റർ, കോഴിക്കോട് ബീച്ച്. it's not Kozhikode, it's Kozhikode. ഞാൻ കോഴിക്കോട് നിന്ന് പറഞ്ഞു. എടാ എൻ്റെ നാച്ചുറൽ സാധനം പോയി നിന്റെ കൂടെ ഇരുന്നിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഞാൻ നാച്ചുറൽ ആയിട്ടൊരു കാര്യം പറയാറുണ്ട് എപ്പോഴും, അത് പോയി നീ ഓവർ ആക്ട് ചെയ്തിട്ട്. ഓക്കെ, നമ്മള് വരില്ലേ? ഇനി കോഴിക്കോടേക്ക് വരില്ലേ? കോഴിക്കോട് എന്തായാലും ഞാൻ വരും. വരണ്ട. വരും. എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്ക് സ്ഥലം കുറെ ഇഷ്ടായി. നാക്കൊക്കെ സ്ലിപ്പാന്ന് പറഞ്ഞു. ജസ്റ്റ് കോഴിക്കോട് ബീച്ചല്ലേ കണ്ടു, എവിടെ കണ്ടല്ലേ? അതെ, ചേട്ടൻ കൊറേ സ്ഥലത്ത് കൊണ്ടുപോയി. ഉച്ച തൊട്ട് ഫുള്ള് നടന്നു, ഫുള്ള് ടാനായി. എന്നാലും ഇറ്റ്സ് ഓക്കെ, ഐ എം ഹാപ്പി. ടാനായെന്ന് പറയില്ല, വൈറ്റമിൻ ഡി റീചാർജ് ചെയ്തു. ഓക്കെ, ബൈ ഗൈസ്. നമുക്കിനി നാളെ അർജുൻ്റെ എല്ലായിടത്തും കാണാം. ഇല്ല, അതിന് ചിലപ്പോൾ ഞാൻ വേറെ ബിറ്റ് ആഡ് ചെയ്യുമായിരിക്കും. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെ കാണുന്ന നമുക്ക് ബിറ്റ് ആഡ് ചെയ്യാം. അല്ലെ നാളെ തൊട്ട് എല്ലാവരെയും കാണുമ്പം ഇപ്പം പൈലിയൊക്കെ വരും, ശ്രീയേഷ് ആൻഡ് ടീം അവർ വരും. ഞാൻ അവിടെ ആദ്യം വന്നല്ലേ ചേട്ടാ. ഐ എം ഫ്രം ട്രിവാൻഡ്രം. വീടും കൂടിയൊന്നും പടവട്ടി. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യം, സുനിക്ക് പെണ്ണിട്ടിരിക്കുന്നു. സുനി ജൂൺ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കും. അതിപ്പോ പറയാൻ കാരണം ചേട്ടന് പെണ്ണ് കിട്ടിയിട്ടില്ല. നല്ല റൈറ്റ് പാർട്ട്ണർ. അങ്ങനെ ആര് വന്നാലും അക്സെപ്റ്റബിളാ.
ആര് വന്നാലല്ല. ഏജ് ഒന്നും സീനില്ല. എനിക്ക് ഒരു കുറച്ച് കുട്ടിയുടെ അമ്മയാലും കുഴപ്പമില്ല. എനിക്ക് ഇൻസ്റ്റ ഇല്ല ഗായ്സ്, അതിനെ കൊണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല, പിള്ളേരൊന്നും കിട്ടുന്നില്ല. അമ്മാവ വൈബ അതാ ഇൻസ്റ്റ ഇല്ലാത്ത. നല്ല നല്ല ആലോചനകൾ. എന്റെ ഡാഡിയുടെ കൂടെ പഠിച്ച പ്രായമുണ്ട്. നിനക്ക് ഡാഡിക്ക് 30 വയസ്സാ? 30 വയസ്സിൽ 27 വയസ്സുള്ള കുട്ടിയാ. എന്താ ഇത് ഡാഡി വൻ കില്ലാടിയാണല്ലോ. അപ്പൊ വയസ്സ് മനസ്സിലായല്ലോ. ഓക്കെ ബൈ. ഇനി ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ ഗൈസ്. ഡാഡി 3-ാം വയസ്സിലൊരു കുട്ടീനെ ഉണ്ടാക്കിയാൽ മതി.